സോ ഹലോ ഡിയർ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്, എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓണാഘോഷം ഒക്കെ എവിടെ എത്തിയെന്ന് അറിയില്ല. സോ നമുക്ക് ഇന്ന് നമ്മുടെ വിറ്റാമിൻ എമ്മിൻ്റെ രണ്ടാം പാർട്ട് 2 ആണ്. സോ രവി റാൻ ഔട്ട് ഓഫ് ദ ബിൽഡിംഗ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ രവിയുടെ അമ്മ വിദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഗ്രാൻഡ് പയെ നോക്കണം, ഗ്രാൻഡ് പയെ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്രാൻഡ് പ ഒന്ന് പുറത്തിറങ്ങി വരട്ടെ, ഏതോ തമിഴ് മാഗസിൻ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ്. അപ്പോൾ രവിക്ക് എന്താണെങ്കിലും ഒന്നും നോ എന്ന് പറയാനും തോന്നിയില്ല. എന്തായാലും ഗ്രാൻഡ് പ മെമ്മറി മെമ്മറി ഇല്ലാത്ത ഒരാളാണ്. ചിലപ്പോൾ മറന്നുപോയി തിരിച്ചു വരാൻ പറ്റാഞ്ഞാൽ ആകെ പ്രശ്നം. അമ്മ വൈകുന്നേരം വന്നാൽ ദേഷ്യപ്പെടും അല്ലേ? സോ അതുകൊണ്ട് രവി തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഗ്രാൻഡ് പയെ ഒന്ന് ഫോളോ ചെയ്യാമെന്നുള്ളത്. ഇനി ഈ ഒരു പാർട്ട് 2-ല് രവി ഫോളോ ചെയ്യുന്ന കുറച്ച് സീനുകളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് പാ ഇറങ്ങിയ ഉടൻ തന്നെ എന്ത് ചെയ്തു? ഗ്രാൻഡ് പായുടെ ഡ്രസ് കോഡ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നോക്കൂ, ഹി പിക്ഡ് അപ്പ് ഹിസ് ബ്യൂട്ടിഫുൾ ഷൈനി ബ്ലാക്ക് മഹാഗണി വാക്കിംഗ് സ്റ്റിക്ക് വിത്ത് എ ബ്രാസ് ഹാൻഡിൽ. അത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ആൻഡ് എ ബ്രൈറ്റ് യെല്ലോ ക്യാപ്പ്. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു പ്രത്യേക ഐഡന്റിഫിക്കേഷൻ ആണ് ഗ്രാൻഡ് പയുടെ. ആൻഡ് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഹി ഹേർഡ് ദ എലവേറ്റഡ് ഡോർ ഷട്ട് ആൻഡ് ഗ്രാൻഡ് പാ വെന്റ് ഡൗൺ. രവി ഡിസൈഡഡ് ഹി വുഡ് ഫോളോ ഗ്രാൻഡ് പാ സീക്രട്ട്ലി അറ്റ് എ സേഫ് ഡിസ്റ്റൻസ്. ഒരു ആരും കാണാത്ത രീതിയിൽ, ഒരു സ്പൈ വർക്കർ എന്ന രീതിയിൽ, ടു മേക്ക് ഷുവർ ഹി കെയിം ടു നോ ഹാം, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ രവി റാൻ ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് ജസ്റ്റ് ഇൻ ടൈം ടു സീ ഗ്രാൻഡ് പാസ് യെല്ലോ ക്യാപ്പ് ഡിസപ്പിയറിംഗ് റൗണ്ട് ദ കോർണർ. രവി പിറകെ ഓടി. ഗ്രാൻഡ് പായുടെ യെല്ലോ ക്യാപ്പ് കാണുന്നുണ്ടോ എന്ന് നോക്കി പെട്ടെന്ന് ഓടി. ഗ്രാൻഡ് പാസ് ഫസ്റ്റ് സ്റ്റോപ്പ് വാസ് ദ ചിൽഡ്രൻസ് പാർക്ക്, വേർ ഹി ബോട്ട് ഹിംസെൽഫ് എ പേപ്പർ കോൺ ഓഫ് പീനട്ട്സ് ആൻഡ് സെറ്റിൽഡ് ഓൺ എ ബെഞ്ച്. അപ്പോൾ ഗ്രാൻഡ് പേയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് വെയർ ഹി ബോട്ട്, അവിടെ നിന്നും അദ്ദേഹം, ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി, ഹിംസെൽഫ് എ പേപ്പർ കോൺ ഓഫ് പീനട്ട്. നമ്മൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സീഷോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ, അതായത് കടൽ തീരത്തൊക്കെ, അതുപോലെ അങ്ങ് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പീനട്ട്സ്, കടല ഒക്കെ, അത് വാങ്ങിയിട്ട് ഒരു ബെഞ്ചിലിരുന്നു പാർക്കിൽ. വാച്ചിങ് ദ ചിൽഡ്രൻ പ്ലേ, കുട്ടികൾ കളിക്കുന്നത് നോക്കി എങ്ങനെ ഇരുന്നു. രവി ഫീലിംഗ് വെരി ഫൂളിഷ്. ആൻഡ് രവിക്ക് വല്ലാത്തൊരു ഒരു വിഡ്ഢിത്തം ചെയ്യുന്നത് പോലെ തോന്നി. ഹാഡ് ടു ക്രൗച്ച് ബിഹൈൻഡ് എ ബുഷ് ട്രിംഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എൻ എലിഫന്റ് ടു അവോയ്ഡ് ബീയിങ് സീൻ. എന്തിനാണ് രവിക്ക് ഫൂളിഷായിട്ട് തോന്നിയത്? ഹി ഹാഡ് ടു ക്രൗച്ച്, ബെൻഡ് ദ ബോഡി ലോ, ഇങ്ങനെ മടങ്ങി നിൽക്കണം. എന്ത്? ഗ്രാൻഡ് പാ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എലിഫന്റിന്റെ ഷേപ്പിലുള്ള ഒരു ഷേപ്പിൽ ട്രിം ചെയ്തിട്ടുള്ള ഒരു ബുഷിന്റെ ബാക്കിൽ ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ ബോഡി ഇങ്ങനെ മടങ്ങിയിരുന്നു. He felt even more foolish when a small child came up to him and asked, "Are you playing hide and seek? I can show you a better place to hide." ആ സമയത്ത് മറ്റൊരു കുട്ടി വന്ന് ചോദിക്കാൻ, നിങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണോ താനിവിടെ? ഇത് നല്ല സ്ഥലമല്ല കളിക്കാൻ വേണ്ടി. നീ വേറെ നിനക്ക് നല്ല സ്ഥലം ഞാൻ വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോ രവി രവി ഷൂ എന്ന് പറഞ്ഞു. ഷൂ മീൻസ് ഒച്ച ഉണ്ടാക്കരുത്. വാസ് ഓൾ രവി കുഡ് സേ ബിഫോർ ഹി ഫെൽറ്റ് എ ഷാഡോ fall over him and loud voice boomed. അപ്പൊ ഇവിടെ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞപ്പോ അതിന് പിന്നാലെ ഒരു ഷാഡോ, ഒരു നിഴൽ രവിയുടെ മേലെ വന്ന് പതിക്കുകയാണ്. വിത്ത് എ ലൗഡ് വോയിസ് ബൂം, ഒരു പൊട്ടിത്തെറി. ഹൗ ഡെയർ യു ഷൂ മൈ ചൈൽഡ്. ഉച്ചത്തിൽ സംസാരിക്കുക, എങ്ങനെ നിനക്ക് ധൈര്യം വന്നു എൻ്റെ മകനോട് ഷൂ പറയാൻ വേണ്ടിയിട്ട്? ഹു ആർ യു? ഇറ്റ് വാസ് ദ ലിറ്റിൽ ബോയ്സ് മദർ. ലിറ്റിൽ ബോയ്സിന്റെ അമ്മയാണത്. നീ ആരാണ്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മകനോട് ഷൂ പറയാൻ വേണ്ടിയിട്ട്? ഷൂ, ഷൂ, രവി റിപ്പീറ്റഡ് ടു ദ ലേഡി. എന്തുകൊണ്ടായിരിക്കും രവി ഷൂ എന്ന് പറയുന്നത്? ദ റീസൺ ഈസ് ബിക്കോസ് ഗ്രാൻഡ് പാ ഷുഡ് നോട്ട് ഹിയർ, റൈറ്റ്, രവീസ്, ബിക്കോസ് രവി ഈസ് റിയലി യുനോ, ഗ്രാൻഡ് പാ അറിയാതെയാണ് ഫോളോ ചെയ്യുന്നത്. ഗ്രാൻഡ് പാ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ട് ഗ്രാൻഡ് പാ അറിയാതെ ചെയ്യാണ്. അപ്പോൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രാൻഡ് പാ അറിയാം. അതുകൊണ്ട് അപ്പം ഈ ലേഡി, ആ കുട്ടിയുടെ അമ്മ, ഐ വിൽ ഷൂ യു, യു റൂഡ് ബോയ്, ഞാൻ നിന്നെ ഷൂ ചെയ്യും, യു റൂഡ് ബോയ് എന്ന് പറഞ്ഞ് സെഡ് ദ ലേഡി പിക്കിംഗ് അപ്പ് അംബ്രല ത്രട്ടനിങ്ലി. കൊട കൊണ്ട് ചൂണ്ടിക്കാണു, ത്രട്ടനിങ്ലി എന്ന് പേടിപ്പിച്ചു. Then ultimately, the ultimate humiliation was when Ravi had to crawl out of the park all four, ducking behind the benches, creeping behind the bushes, thanking
His lucky stars that grandpa hadn't heard the noise and spotted him. പക്ഷെ വളരെ ഒരു ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ഒരു ആളെ മാക്സിമം ഇല്ലാതാക്കുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക. നമ്മൾ മനുഷ്യനെ ഇല്ലാതാക്കുന്ന അവസ്ഥ വന്നതെന്ന് വെച്ചാൽ, എങ്ങനെയായാലും ആ പാർക്കിൽ നിന്നും രവിക്ക് ആരും ഗ്രാൻഡ് പേയുടെ കണ്ണ് പെടാതെ ക്രൗൾ ചെയ്യുക, അങ്ങനെ ഇഴഞ്ഞു നീങ്ങുക. ഓക്കെ, ക്രൗളിങ് റൈറ്റ്. നാല് കാലിൽ എന്ന് പറയുമല്ലോ, നാല് കാലിൽ ഇഴഞ്ഞു നീക്കി തൻ്റെ തല താഴ്ത്തി ബോഡിയും ഡൗൺ ചെയ്ത് പതുക്കെ ബെഞ്ചിൻ്റെ അടിയിലൂടെ ക്രീപ്പ് ചെയ്ത് ബിഹൈൻഡ് ദ ബുഷസിലൂടെ പോയി. Thanking to his lucky stars that grandpa hadn't heard the noise and spotted him. അതേപോലെ തന്നെ മനസ്സിൽ താങ്ക് യു പറഞ്ഞു, കാരണം ഗ്രാൻഡ് ഒന്നും കണ്ടില്ലല്ലോ, സമാധാനത്തിന്. ഓക്കെ, ഗ്രാൻഡ് നെക്സ്റ്റ് സ്റ്റോപ്പ് വാസ് ദ ടീ സ്റ്റോൾ ആൻഡ് ദിസ് ടൈം രവി ടുക്ക് പൊസിഷൻ ബിഹൈൻഡ് എ ബിഗ് ബാനിയൻ ട്രീ ടു വാച്ച് ഹിം. അപ്പോൾ ഗ്രാൻഡ് നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ടീ സ്റ്റോൾ ആണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ രവി ഒരു വലിയ ബാനിയൻ ട്രീ മീൻസ് ആൽമരത്തിൻ്റെ പിറകെ ഒളിച്ചിരുന്നു, ആരും കാണാതിരിക്കാൻ വേണ്ടി. ഫീലിംഗ് മോസ്റ്റ് എംബാരസ്ഡ് വെൻ ദ വെൻറ്റേഴ്സ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ ഗേവ് ഹിം ക്വിസിക്കൽ ലുക്ക്. ആ സമയത്തും രവിക്ക് ഭയങ്കര ഒരു ഷൈ, നാണം തോന്നി, ലജ്ജ തോന്നി. എംബാരസ്ഡ് മീൻസ് വാട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഷൈ, റൈറ്റ്? വെൻ എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, വെൻ ദ വെൻഡേഴ്സ്, അവിടെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട് അവിടെ. ഈ കച്ചവടക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെങ്ങനെ നോക്കുന്നത്, ക്വിസിക്കൽ മീൻസ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, ആരാത്, ഏതാ ഈ പയ്യൻ. ദിസ് ഏരിയ ഈസ് ബുക്ക്ഡ് ബൈ ആസ്. ഈ ഏരിയ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്, ആ ബാനിയൻ ട്രീ, ആ ഏരിയ കേട്ടോ. സെറ്റ് വൺ ലേഡി ഹു വാസ് സെല്ലിംഗ് പ്ലാസ്റ്റിക് കോംസ്. ഒരു പ്ലാസ്റ്റിക് കോംസ് വിൽക്കുന്ന ഒരു ലേഡി പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഏരിയ, ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. ഇൻ ദ സെയിം ടോൺ ഷീ മൈറ്റ് യൂസ് വെർ ഷീ ആസ്ക്ഡ് ടു അഡ്രസ് എ ഗാദറിംഗ് വിത്തൗട്ട് ബീയിങ് ഗിവൻ എ ലൗഡ് സ്പീക്കർ. അവർ ദിസ് ഏരിയ ഈസ് ബുക്ക്ഡ് ബൈ അസ് എന്നുള്ള ആ ശബ്ദം, അത് സത്യത്തിലൊരു മൈക്കിലൂടെ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു വലിയ അസംബ്ലിയിലൊക്കെ പ്രിൻസിപ്പൽ സംസാരിക്കില്ലേ, അങ്ങനെ ഉറക്കെ സംസാരിച്ച്, അങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിച്ചത്. ലൗഡ് സ്പീക്കറിന്റെ ആവശ്യം വരുന്നില്ല. ദർ ഇസ് നോ റൂം ഫോർ എനി ന്യൂ വെൻറ്റേഴ്സ്. വീണ്ടും ഉറക്കെ പറഞ്ഞു, ഇവിടെ വേറെ കച്ചവടക്കാർ ആരും വേണ്ട. ഡോണ്ട് ടോക്ക് സോ ലൗഡ്ലി. ഡു ഐ ലുക്ക് ആസ് ദോ ഐ ആം സെല്ലിംഗ് എനിത്തിങ്? രവി ആസ്ക്ഡ് ഹർ. ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കൂ, ഒച്ചത്തിൽ സംസാരിക്കല്ലേ. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ വന്നാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹൂ ഇസ് ടോക്കിംഗ് ലൗഡ്ലി സെഡ് ദ ഓൾഡ് ലേഡി. ആരാ അവിടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ആ ലേഡി ചോദിച്ചു, റൈസിംഗ് ഹർ വോയിസ് ജസ്റ്റ് ഇനഫ് ഫോർ രവി ടു ഹിയർ ഹർ, ആസ് ദോ ഷി വാസ് ടോക്കിംഗ് ടു ഹിം ഫ്രം അക്രോസ് ദ സിറ്റി. ഉറക്കെ സംസാരിച്ചു, കുറെ അങ്ങ് ദൂരത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള ഉച്ചത്തിൽ. കാരണം അതൊക്കെ ഇനി ഗ്രാൻഡ് തൊട്ടടുത്തുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വി ഡോണ്ട് നോ വെദർ ദ ഗ്രാൻഡ് ഹേർഡ് ദിസ് ഓർ നോട്ട്. Who are you accusing of talking loudly? And that too from behind the tree. Who are you hiding from? നീ ആരാ ഞങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറയാൻ നീ ആരാ? അതും നീ മരത്തിന്റെ ബാക്കിൽ നിന്നുകൊണ്ട്. ഹു ആർ യു ഹൈഡിങ് ഫ്രം? നീ ആരെങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്? നീ ആരാ? അനദർ വെൻഡർ സെല്ലിംഗ് റിബൺസ് ആൻഡ് ക്ലിപ്സ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നീ ആരാണെന്ന്. ഷീ ടു വാസ് വൺ ഓഫ് ദോസ് ലക്കി വൺസ് ഹു നെവർ എവർ റിക്വയർ എ മെഗാഫോൺ. അവളും അതുപോലെ തന്നെ ഭയങ്കര ശബ്ദമുള്ള ഹൈ പവർ വോളിയംസിൽ സംസാരിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. സോ ആർ യു ടോക്കിംഗ് അബൌട്ട് വൺ ഓഫ് us? ആസ്ക്ഡ് അനദർ വെൻഡർ. എ ഗ്രൂപ്പ് ഓഫ് ദം സറണ്ടർഡ് രവി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വെൻഡേഴ്സും, എല്ലാ കച്ചവടക്കാരും രവിയെ വട്ടം ചുറ്റി. ഓ, ഓൾ റൈറ്റ്. രവി കൺസീഡഡ് ഡിഫീറ്റ്. സമ്മതിക്കുക. ഓക്കെ, കൺസീഡ് മീൻസ് അഡ്മിറ്റ്. ഡിഫീറ്റ്, തോൽവി സമ്മതിച്ചു. ആൻഡ് മൂവ് ടു ഡക്ക് ബിഹൈൻഡ് എ ഷൈനി സിൽവർ കാർ. ഡക്ക് എന്നാൽ വീണ്ടും പതുക്കെ മൂവ് ചെയ്തു. ബിഹൈൻഡ് എ ഷൈനി സിൽവർ, അടുത്തൊരു കാറിന്റെ പിറകിലേക്ക് പോയി. ആൻഡ് പിയറിംഗ് ത്രൂ ദ വിൻഡോസ് ടു കീപ് അൻ ഐ ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ഒരു വിൻഡോയിലൂടെ ഇങ്ങനെ തുറച്ചു നോക്കി ഗ്രാൻഡ് ഫാദറിനെ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗ്രാൻഡ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഹീസ് ഇൻ ദ ടീ ഷോപ്പ്, റൈറ്റ്? Okay, so Grandpa took his time sipping a sugary cup of tea. He was forbidden sugar at home, see? Then ate 2 bananas, another banned item. Grandpa, what he's doing, വീട്ടിൽ നിന്നും ബാൻ ചെയ്തിട്ടില്ല, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡ് ചെയ്ത്, അതായത് നിരസിച്ചിട്ടില്ല, അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള
ചായ, മധുരമുള്ള ചായയും അതുപോലെ തന്നെ മധുരമുള്ള ബനാനാസും ഒക്കെയാണ് കഴിക്കുന്നത്. അതൊക്കെ ബാൻ ചെയ്തതാണ്, വീട്ടിൽ നിന്ന് കൊടുക്കാറില്ല. Then tucked into an ice cream bought from the cart. Then he again ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചു. മദർ വുഡ് ഫെയിൻഡ് ഇഫ് ഷീ സോ ദിസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അമ്മ തല കറങ്ങി വീഴും. ഓ മൈ ഗോഡ്, ഓൾ സ്വീറ്റ് ഐറ്റം. സോ ദിസ് ബി എ ക്വസ്റ്റ്യൻ. ഷുഗറി കപ്പ് ഓഫ് ടീ. ബാൻഡ് ഐറ്റം എന്തൊക്കെയായിരുന്നു? ഷുഗറി കപ്പ് ഓഫ് ടീ, ബനാനാസ് ആൻഡ് ഐസ്ക്രീംസ് ആസ് വെൽ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. Ravi himself felt hot, bothered, and close to fainting by the time Grandpa finished his snack. Ravi also had the feeling of, felt very hot and bothered and close to fainting by the time. ഓൾമോസ്റ്റ് രവിയും തല കറങ്ങി വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി, ചൂടുകൊണ്ടും ഇതൊക്കെ കണ്ടിട്ടേ. അപ്പൊ ആ സമയത്തേക്ക് നമ്മളെ ഗ്രാൻഡ്പ ചായ കുടിച്ചു കഴിഞ്ഞു. His heart thudded anxiously when he saw Grandpa zigzagging through the traffic as he crossed the road. നമ്മുടെ തണ്ടഡ് നല്ല ടുക് 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 എന്ന സൗണ്ട് ഒക്കെ നമ്മുടെ രവിയുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചു. ഭയങ്കര ടക് 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 ആൻഷ്യസ്ലി, പേടി കൊണ്ട് ബേജാറ് കൊണ്ട്. എന്താ സംഭവിച്ചത്? എപ്പോ വെൻ ഹി സോ ഗ്രാൻഡ്പാ സിഗ്സാഗ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കള്ളുകുടിയന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടപ്പോൾ, ത്രൂ ദ ട്രാഫിക് ആസ് ഹി ക്രോസ് ദ റോഡ്, ട്രാഫിക്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ, സിഗ്സാഗ് ടൈപ്പിൽ ഇങ്ങനെ ആടി ആടി പോകുന്നത് കണ്ടപ്പോൾ അത് രവിയുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ഹി ഷട്ട് ഹിസ് ഐസ് ഇൻ പാനിക് വെൻ ഹി ഹേർഡ് ദ സ്ക്രീച്ച് ഓഫ് ബ്രേക്സ്. ഓക്കെ, പെട്ടെന്ന് പേടിച്ചിട്ട് രവി കണ്ണ് അടച്ചു. ഈ ബ്രേക്ക് പിടിക്കുന്ന സ്ക്രീച്ചിങ് സൗണ്ട്സ്, ദാറ്റ് ഇസ് സ്ക്രീച്ചിങ് ബ്രേക്സ്. അത് കേട്ടപ്പോ ഓക്കെ, ആൻഡ് ഓപ്പൺഡ് them just in time to see Grandpa entering the barber shop. And opened them just in time to see Grandpa entering the barber shop. ആ സമയത്താണ് നമ്മുടെ ഗ്രാൻഡ്പ എന്ത് ചെയ്തു? ഒരു ബാർബർ ഷോപ്പിലേക്ക് കയറിയത്. ഇനി അടുത്ത ഫണ്ണി സീനാണ്. സോ ലെറ്റ് സി. So number one, very good, very good. Okay, number one, I understand that your thumbs up I can see. And next എന്താണ് വരുന്നത്? നമ്മൾ ആദ്യം grandpa went to the park, children's park. Then he went to the tea shop, and the third point is here, barber shop. Now grandpa was bald as a table tennis ball. So Ravi decided that a closer look was in order. Okay, so why he went to the barber shop? He was as bald. കഷണ്ടിയാണ്, ബോൾഡ്. ഓക്കെ, ബാൾഡ് അല്ല, ബോൾഡ്. പ്രൊനൗൺസിയേഷൻ, ബി കെയർഫുൾ. ആസ് ബോൾഡ് ആസ് എ ടേബിൾ ടെന്നീസ്. ആൻഡ് സോ രവി ഡിസൈഡ് ദാറ്റ് എ ക്ലോസർ ലുക്ക് വാസ് ഇൻ ഓർഡർ. എന്തിനാ അപ്പോൾ അദ്ദേഹം അവിടെ കയറിയത്? അതുകൊണ്ട് തന്നെ രവിക്ക് ഒരു സംശയം. He crossed the road, first looking dramatically left and then right, and then hurriedly ducked into the shop next to the barber shop. അത് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി, ഡ്രമാറ്റിക്കലി നാടകീയമായി നോക്കിയതിന് ശേഷം നേരെ എന്ത് ചെയ്തു? ബാർബർ ഷോപ്പിലേക്ക് കയറി. ഓൺലി ടു ബി എൻവിക്റ്റഡ് എ മൊമെന്റ് ലേറ്റർ amidst a volley of feminine shrieks because it happened to be a ladies hairdressing salon. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നിലവിളി ശബ്ദം. ഓക്കെ, to be envied a moment later amidst a volley of a lot of feminine shriek. That's something, because that was a ladies hairdressing salon. Okay, just as well I was thrown out, thought Ravi, because he spotted Grandpa making his way briskly towards the bus stop, and oh no, boarding the first bus that stopped there. So after that, what happened? Just as well I was thrown out, thought Ravi. He spotted Grandpa making. So suddenly what happened there? He thought Grandpa was thrown away from the salon.
തോട്ട് രവി ബിക്കോസ് അതിനൊരു കാരണമുണ്ട്. ഹി തോട്ട് ലൈക്ക് ദാറ്റ് ബിക്കോസ് ദർ ഈസ് എ റീസൺ. ഹി സ്പോട്ടഡ് ഗ്രാൻഡ് പാ മേക്കിംഗ് ഹിസ് വേ ബ്രിസ്കിലി ടുവേർഡ്സ് ദ ബസ് സ്റ്റോപ്പ്. ഒരു സുഖമില്ല, ബ്രിസ്കിലി ഒരു പിന്നെ ബോഡിയൊക്കെ പെയിൻ ഉള്ളത് പോലെ ഒരു സാവധാനം കയറുന്നത് കണ്ടു. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്, നടക്കുന്നത് കണ്ടു. ആൻഡ് ഓ നോ, ബോർഡിങ് ദ ഫസ്റ്റ് ബസ് ദാറ്റ് സ്റ്റോപ്പ് ദേ. പക്ഷേ ഗ്രാൻഡ് പ ഫസ്റ്റ് കണ്ട ബസ്സിൽ കയറി. ഇനി എന്ത് സംഭവിക്കും? സ്പ്രിന്റിങ് ഫോർ ദ ബസ് ആൻഡ് ഓടി. ഓക്കെ, സ്പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ ഓടുക അല്ലെ. സ്പ്രിന്റിങ് ഫോർ ദ ബസ് ആൻഡ് ജമ്പിങ് ഓൺ ഇറ്റ് സെക്കൻഡ്സ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് വുഡ് ഹാവ് seconds before it started would have deterred a lesser detective, but not Ravi, who was panting as he struggled for a place in the bus. Okay, sprinting for the bus here. Look at here. This paragraph I'm going to explain it in details. സോ ബസ് ഓടിത്തുടങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് രവി അവിടെ എത്തി, ചാടിക്കയറി. സാധാരണ ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഒരു ചെറിയ ഡിറ്റക്റ്റീവിന് പക്ഷ ഒരു പക്ഷേ എന്ത് ചെയ്യും, പിന്തിരിപ്പിച്ചേനെ. പക്ഷേ രവി പിന്മാറിയില്ല. ഇതൊരു റിസ്ക് പിടിച്ച സംഭവമാണ്. രവി ബസ്സിനുള്ളിൽ ശ്വാസം മുട്ടിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിച്ചു. ബസ്സിന്റെ മുൻവശത്ത് മുത്തച്ഛന്റെ മഞ്ഞ തൊപ്പി അവൻ കണ്ടു. മുത്തച്ഛൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് രവി ഉറപ്പിച്ചു. ബസ്സിനുള്ളിൽ നല്ല ചൂടായിരുന്നു ട്ടോ. ബസ്സിനുള്ളിൽ നല്ല ചൂടായിരുന്നു. അതിനാൽ ആ മഞ്ഞ തൊപ്പിയിട്ട ആൾ തൊപ്പി ഊരി. അപ്പോൾ രവി അത്ഭുതപ്പെട്ടു പോയി. തൊപ്പിയുടെ അടിയിൽ കണ്ടത് നിറയെ നരച്ച മുടി. രവി ചിന്തിച്ചു, മുത്തച്ഛൻ ബാർബർ ഷോപ്പിൽ പോയി ഒരു വിഗ് വാങ്ങിയതായിരിക്കുമോ? കോമഡി റൈറ്റ്. മുത്തച്ഛൻ തന്നെയാണെന്ന് കരുതി രവി ആ വ്യക്തിയെ നേരിൽ കാണാൻ തിരക്കിലൂടെ മുന്നിലേക്ക് നീങ്ങി, ബസ് നിന്നിട്ടാ. എന്നാൽ അവിടെ എത്തിയപ്പോ രവി കൂടുതൽ ഞെട്ടിപ്പോയി. അയാൾ മുത്തച്ഛൻ ആയിരുന്നില്ല. പരിചയമില്ലാത്ത ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ. എങ്കിലും അയാൾ ധരിച്ചിരുന്നത് മുത്തച്ഛൻ സാധാരണ ധരിക്കുന്ന ക്യാപ്പായിരുന്നു. അതുപോലെ തന്നെ മുത്തച്ഛൻ അതേപോലത്തെ ഡ്രസ്സ്, വെള്ള പൈജാമയും വെള്ള ഷർട്ടും ആയിരുന്നു. മാത്രമല്ല മുത്തച്ഛൻ്റെ ഇതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു തൊപ്പിയും. ഇതെങ്ങനെ സംഭവിച്ചു? അവസാനം രവിയുടെ ശ്രദ്ധ തൊപ്പിയുടെ അരികിലേക്ക് പോയി. അവിടെ കാപ്പി കാപ്പി ഉണ്ടല്ലോ, കുടിച്ചിരുന്ന വീണിട്ടുണ്ടായുള്ള പാട് അദ്ദേഹം കണ്ടു. അത് മുത്തച്ഛന്റെ തൊപ്പിയിലുണ്ടായിരുന്ന അതേ പാടാണ്. അതിനാൽ രവിക്ക് വലിയ സംശയമായി. ഈ അപരിചിതന് മുത്തച്ഛന്റെ തൊപ്പിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഏ ടോട്ടൽ കൺഫ്യൂഷൻ ഇസ് ദർ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദിസ് പാരഗ്രാഫ് ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, സോ ദിസ് പിക്ചർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിയർ. Yeah. And grandpa's cap. Ravi couldn't help exclaiming. Okay. So that was typical of grandpa, always generous. But Ravi couldn't help exclaiming. The stranger grinned pleasantly and told Ravi that a kind of old gentleman in the barber shop had insisted that he take his cap because it was such a hot day. That was typical of grandpa, always generous. But where was grandpa? അപ്പം ആ ഓൾഡ് മാൻ പറഞ്ഞു എന്താണെന്നറിയോ? ഇത് ആ ബാർബർ ഷോപ്പിൽ നിന്നൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു, നല്ല ചൂടാണ്, നിങ്ങൾ ഈ ക്യാപ്പ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അതാണ് ടിപ്പിക്കൽ ഗ്രാൻഡ് പാ. അദ്ദേഹം ഭയങ്കര ജനറസാ, ഹെൽപ്ഫുൾ ആണ്. എന്നാലും വേർ ഇസ് ഗ്രാൻഡ് പാ? ഓക്കെ, ദാറ്റ് ഇസ് റിയലി കൺഫ്യൂസിങ്. സോ ലെറ്റ്സ് ഗോ ടു ദ പാർട്ട് 3 റൈറ്റ് നൗ. സോ Ravi went back to the barber shop. Grandpa wasn't there. He wasn't at the park either. Ravi was frantic. Frantic means very frightened. After all, his mother had left him in charge of grandpa. Right? രവി അങ്ങനെ തിരിച്ച് ബാർബർ ഷോപ്പിലേക്ക് പോയി. ഗ്രാൻഡ്പ വാസിൻ ദ ഗ്രാൻഡ്പ അവിടെ ഇല്ല. ഹി വാസിൻ അറ്റ് ദ പാർക്ക് ഐദർ. പാർക്കിലും ഇല്ല.
രവി വാസ് റിയലി ഫ്രാൻറ്റിക്, നന്നായിട്ട് പേടിച്ചു. ആഫ്റ്റർ ഓൾ ഹിസ് മദർ ഹാഡ് ലെഫ്റ്റ് ഹിം ഇൻ ചാർജ് ഓഫ് ഗ്രാൻഡ് പാ. അതിനൊക്കെ ഉപരിയായിട്ട് അവൻ്റെ അമ്മ അവനെ ഏൽപ്പിച്ചു പോയതല്ലേ, ഗ്രാൻഡ് പായെ ഏൽപ്പിച്ചു പോയതല്ലേ. ഹി ട്രൈഡ് കോളിംഗ് ഫസ്റ്റ് ഹിസ് മദർ ആൻഡ് ദെൻ ഹിസ് ഫാദർ ഫ്രം ടെലിഫോൺ ബൂത്ത്, ബട്ട് ബോത്ത് നമ്പേഴ്സ് വർ ബിസി. അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചു ടെലിഫോൺ ബൂത്തിൽ നിന്ന്, അവരൊക്കെ ബിസി ആയിരുന്നു. സിക്ക് വിത്ത് വറി, അവന് ബേജാറായിട്ട് പേടിയായിട്ട് വയ്യ. സിക്ക് വിത്ത് വറി എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖമില്ലാതായി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ. രവി വെന്റ് ഹോം വണ്ടറിങ് വെദർ ഗ്രാൻഡ് പാ വുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഹിസ് വേ ബാക്ക്. അങ്ങനെ അവസാനം രവി വീട്ടിലേക്ക് തിരിച്ചു. ഗ്രാൻഡ് പാക്ക് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റിയോ, ഇനി അഥവാ തിരിച്ചു പോയോ എന്ന് അറിയാൻ വേണ്ടി വേറെ വീട്ടിലേക്ക് പോയി. ടു ഹിസ് ഗ്രേറ്റ് ഡിലൈറ്റ് ആൻഡ് റിലീഫ്, അത് രവിയുടെ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും എന്തായിരുന്നു അറിയാം? ദ ഫസ്റ്റ് തിങ് ഹി ഹേർഡ് വെൻ ഹി ഓപ്പൺ ദ ഫ്രണ്ട് ഡോർ വാസ് ദ ജെന്റിൽ വിർ ഓഫ് ഗ്രാൻഡ് പാ സ്നോറിങ് ഇൻ ഹിസ് ബെഡ്റൂം. ഗ്രാൻഡ് പാ അവിടെ കിടന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ്. ഓക്കെ, ഗ്രാൻഡ് പാ തിരിച്ചെത്തി. അത് വലിയ സന്തോഷവും സമാധാനവും നൽകി. He knelt down near the bed and put his cheek against the old man's face. നമ്മുടെ രവി അവിടെ മുട്ടിലിരുന്ന് തൊട്ടടുത്ത് ഇരുന്നിട്ട് ആൻഡ് പുട്ട് ഹിസ് ചീക്ക് അഗെയിൻസ്റ്റ് ദ ഓൾഡ് മാൻസ് ഫേസ്. ഗ്രാൻഡ്പാസ് wrinkled skin had more creases than lines on a map. ഗ്രാൻഡ്പയുടെ മുഖത്ത് ഒരുപാട് വരകളുണ്ട്, അതൊരു മാപ്പിലെ ലൈനുകളെ പോലെ. ഏഹ് അതിനേക്കാളും ഉണ്ടെന്നാണ് പറഞ്ഞത്. ദാൻ അല്ലേ? സോ ഗ്രാൻഡ്പാ സ്മെൽറ്റ് ഓഫ് യൂക്കാലിപ്റ്റസ് ഓയിൻമെന്റ് ആൻഡ് ഷേവിംഗ് ക്രീം. ഗ്രാൻഡ്പയെ ഒരു യൂക്കാലിപ്റ്റസിന്റെ ഓയിൻമെന്റിന്റെ സ്മെല്ലുണ്ട്, അതുപോലെ ഷേവിംഗ് ക്രീമിന്റെ സ്മെല്ലുണ്ട്. രവി വാസ് സഡൻലി ഓവർകം വിത്ത് അഫെക്ഷൻ ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗേവ് ഹിം എ ഹഗ്, ബട്ട് ഗ്രാൻഡ്പ ഓൺലി grunted in his sleep. ഗ്രാൻഡ്പ ഗ്രണ്ട് എന്ന സൗണ്ട് ഉണ്ടാക്കുക. രവിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഗ്രാൻഡ്പയെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ ചെയ്തു. He decided not to question Grandpa because then he would have to reveal that he had been following him. രവി തീരുമാനിച്ചു, ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കാതിരിക്കുന്ന നല്ലത്. നിങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കാതിരിക്കുക. ചോദിച്ചാൽ എന്ത് സംഭവിക്കും? എന്തായാലും ഹി വിൽ നോ അബൌട്ട് ഹിസ് detective actions, right? So what did you both do today? Asked Ravi's mother when she got back from office. അല്ല, നിങ്ങൾ ഇന്ന് രണ്ടുപേരും എന്താ ചെയ്തത്? അപ്പൊ ഗ്രാൻഡ്പ പറയണേ, I had a quiet morning, but I don't know about Ravi. He just disappeared instead of staying at home to look after me like you told him to. എനിക്കറിയില്ല, എനിക്ക് നല്ല അടിപൊളി മോർണിംഗ് ആയിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, നിന്റെ മോന് രവിയെ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയി, പക്ഷെ രവി ഇവിടെ ഇല്ലായിരുന്നു. രവി എങ്ങോട്ടോ പോയി. രവി ഈ ജസ്റ്റ് ഡിസപ്പിയർ ഫ്രം ഹിയർ. അങ്ങനെ പറഞ്ഞത് ആൻസേർഡ് ഗ്രാൻഡ്പ വെരി കൂളി, വളരെ കൂളായിട്ട് പറഞ്ഞു. വെൽ രവി ജസ്റ്റ് ലുക്ക്ഡ് കൺഫ്യൂസ്ഡ് ആൻഡ് എംബാരസ്ഡ്. ആ സമയത്ത് അത് കേട്ടപ്പോൾ രവി ആകെ കൺഫ്യൂസ്ഡ് ആയി ആൻഡ് എംബാരസ്ഡ്, ഫീലിംഗ് ഷായ്. ഗ്രാൻഡ്പ ഹാഡ് അനദർ സർപ്രൈസ് ഫോർ രവി, എ ഗിഫ്റ്റ് റാപ്ഡ് പാർസൽ. രവിക്ക് ഗ്രാൻഡ്പയുടെ വക ഒരു സമ്മാനം ഉണ്ടായിരുന്നു. എന്താണത്? ബട്ട് പാപ്പ, രവിസ് ബർത്ത്ഡേ വാസ് 3 months ago. ഹാവ് യു ഫർഗോട്ടൻ? exclaimed Ravi's mother impatiently. എന്തിനാ നിങ്ങൾ രവിക്ക് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഗ്രാൻഡ്പ, രവിയുടെ ബർത്ത്ഡേ വാസ് 3 months ago. 3 മാസം മുമ്പല്ലായിരുന്നു രവിയുടെ പിറന്നാള്. നിങ്ങൾ മറന്നുപോയത്? നോ, ഗ്രാൻഡ്പ പറയണേ, ബട്ട് യു നോ I always give a gift to every child in the house on my birthday. Have you forgotten? നല്ല ഉരുളക്കുപ്പേരി ഒരു അടിപൊളി മറുപടിയാണ് ഗ്രാൻഡ്പ കൊടുത്തത്. നീ മറന്നുപോയി, നിനക്കാണ് മറവി. അതായത് വിദ്യ, നമ്മുടെ രവിയുടെ മദറിന്, നിനക്കാണ് മറവി. നീ എന്ത് പണിയാ കാണിച്ചത്? നീ മറന്നുപോയ എൻ്റെ ഒരു ഹാബിറ്റ്. I always give a gift to every child in the house on my birthday. Have you forgotten? എൻ്റെ പിറന്നാളിന് ഞാൻ ഇത് കൊടുക്കാറുണ്ട്, സമ്മാനം കൊടുക്കുന്ന വിവരം നീ മറന്നോ?
കൗണ്ടേഡ് എന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കുക, റിപ്ലൈഡ് ഗ്രാൻഡ് പാ വെരി സീരിയസ്ലി. നീ എന്ത് ഇത് ചെയ്തു, നീ എന്നെ മറന്നോ, എൻ്റെ പിറന്നാൾ മറന്നോ? അപ്പോൾ രവിയുടെ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേയുടെ മകൾ അച്ഛൻ്റെ മീൻസ് ബർത്ത്ഡേ മറന്നു. ഓക്കെ. രവീസ് മദർ ഫ്ലഷ്ഡ് ആൻഡ് darted a stricken look at the calendar on which she had at the beginning of the year circled the date in red and written Papa's birthday. രവിയുടെ മദർ ആകെ ചുവന്ന് തുടുത്തു. ഫ്ലഷ്ഡ് എന്ന മുഖം ചുവന്ന് തുടുത്തു. അങ്ങനെ പെട്ടെന്ന് ഓടി. ഡാട്ടഡ് എന്നാൽ ഓടുക. ലുക്ക്ഡ് അറ്റ് സംബഡി വെരി ക്വിക്ലി. ഓക്കെ, പെട്ടെന്ന് ഓടി. എ സ്ട്രൈക്കൺ ലുക്ക് അറ്റ് ദ കലണ്ടർ ഓൺ വിച്ച് ഷീ ഹാഡ് at the beginning of the year circle the date in red and written പാപ്പാസ് ബർത്ത്ഡേ. കലണ്ടറിൽ പോയി നോക്കി. അയ്യോ, കലണ്ടറിൽ എഴുതി കറക്റ്റ് ആണല്ലോ, ഇന്ന് പാപ്പാന്റെ ബർത്ത്ഡേ ആണല്ലോ. ദർ വാസ് എ ഗിഫ്റ്റ് ഫോർ ഹർ ടു, ഫോർ രവീസ് ഫാദർ ആസ് വെൽ, ഫോർ ഗ്രാൻഡ് പാ സ്റ്റിൽ കൺസിഡർഡ് ദം ഹിസ് ബേബീസ്. ഗ്രാൻഡ് പാ അവൾക്കും, അതായത് വിദ്യ, രവിയുടെ അമ്മയ്ക്കും പിന്നെ മരുമകനും എന്ത് ചെയ്തിട്ടുണ്ട്, ഗിഫ്റ്റ് വാങ്ങിയിട്ട്. 3 പേർക്കും ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ Grandpa turned to Ravi's father, who had just walked into the room. My daughter needs some vitamin M, I think, for her memory. Ravi's mother flushed a darker shade of red, and Ravi's father looked confused. So, അത് കേട്ടപ്പോൾ രവിയുടെ അമ്മയ്ക്ക് ആകെ വല്ലാതായിപ്പോയി അല്ലേ. Ravi unwrapped his gift to find a thick hardcover book. The best detective stories, great stories, Ravi. You can pick up some really good tips on how to be a detective. രവിയുടെ ഇത് നോക്കിയപ്പോൾ എന്താണ്, ബെസ്റ്റ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആണ്. ഗ്രേറ്റ് സ്റ്റോറീസ് രവി. യു ക്യാൻ പിക്ക് അപ്പ് സം റിയലി ഗുഡ് ടിപ്സ് ഹൗ ടു ബി എ ഡിറ്റക്റ്റീവ്. ഈ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ഡിറ്റക്റ്റീവ്സ് ആവാനുള്ള എല്ലാ ടിപ്സും അതിലുണ്ട്. അത് രവിക്കിട്ടുള്ളൊരു കൊട്ടാണല്ലോ അല്ലേ. ഹൗ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഫൂൾഡ് വെൻ വൺ ഈസ് ട്രെയിലിംഗ് എ സസ്പെക്ട് ഫോർ ഇൻസ്റ്റൻസ്. അതുപോലെ തന്നെ എങ്ങനെ ഫൂൾ ആവാതിരിക്കാം, ഒരാൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെ ഫൂൾ ആവാതിരിക്കുക എന്നുള്ള കുറേ ടിപ്സ് ഈ ബുക്കിലുണ്ട്. ഗ്രാൻഡ് പാ സെഡ് സോളംലി, വെരി സീരിയസ്ലി. ഓക്കെ, വെരി ഫണ്ണി. ഐ ഡോണ്ട് തിങ്ക് ഹി വാണ്ട്സ് ടു ബി എ ഡിറ്റക്റ്റീവ്. ഡു യു രവി? ആസ്ക്ഡ് ഹിസ് ഫാദർ, ലുക്കിംഗ് ഈവൻ മോർ കൺഫ്യൂസ്ഡ്. ഫാദർ ഇതൊന്നും അറിയില്ല കേട്ടോ, ഫാദർ ഒന്നും അറിയില്ല. രവി, ഡു യു വോണ്ട് ടു ബിക്കം എ ഡിറ്റക്റ്റീവ്? സത്യത്തിൽ അതൊരു നല്ലൊരു ചുട്ട മറുപടിയാണ് ഗ്രാൻഡ് പാ കൊടുത്തിട്ടുള്ളത്. ഗ്രാൻഡ് പാ എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. അതായത് ഗ്രാൻഡ് പായെ ഫോളോ ചെയ്തതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഗ്രാൻഡ് പാ അറിഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. ഐ ഹാവൻ ഡിസൈഡ് യെറ്റ്, ആൻസർഡ് രവി. ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. ബിക്കോസ് ഹി വാസ് ടു ബിസി ട്രൈങ് ടു ഡിസൈഡ് വെദർ ദ ട്വിങ്കിൾ ഇൻ ഗ്രാൻഡ് പാസ് ഐ വാസ് അൻ ഇന്നസെന്റ് ഗ്ലീം ഓർ എ മിസ്chievous വൺ. ഓക്കെ, ഒരു സ്റ്റിൽ രവിക്ക് മനസ്സിലാവുന്നില്ല. ആ കൺഫ്യൂസ്ഡ് ആണ് രവി. എന്താണ് സംഭവിക്കുക? ഗ്രാൻഡ് പേയുടെ ആ കണ്ണുകളിലെ ആ തിളക്കം അതൊരു ഇന്നസെന്റ് ഗ്ലീം ആണോ, അതോ ഒരു വികൃതിത്തരത്തോട് കൂടിയ അതാണോ, എന്നെ പറ്റിക്കാണോ എന്നൊരു പിടുത്തം കിട്ടാതെ നിന്നു. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആഷ നെഹിമിയ. ഓക്കെ, സോ ദിസ് സ്റ്റോറി ഈസ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് യു ഓൾ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. ഇനി ഇതിൽ ഗ്രാമർ പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പസിഷൻസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ് പഠിക്കാനുള്ളത്. That we will be discussing in the coming class. Okay, thank you very much for listening, and thank you. Bye.